അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഹരിഹർ ഫോർട്ട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് കാലമായി ഹരിഹർ ഫോർട്ടൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിനൊരു ഒത്തു വന്നത്. എന്തായാലും മഹാരാഷ്ട്രയിലാണല്ലോ, അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇന്നലെയാണ് ഇങ്ങനെ നാസിക്കിലോട്ട് എത്തിയത്. നാസിക് റോഡിലേക്ക് ഞാൻ വന്നത് പനവേൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. പനവേൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസത്തിൽ അത്യാവശ്യം വണ്ടികൾ നമ്മുടെ നാസിക് റോഡ് വഴി പോകുന്നത് കാണും. ഞാൻ ആ വണ്ടിക്ക് വന്നു. രാവിലെ കാലത്ത് ഇങ്ങോട്ടെത്തി. അതുപോലെ തന്നെ ഇവിടെ എന്നിട്ട് രാവിലെ ഇങ്ങോട്ട് എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. ഒരു 12 മണിയായിക്കാണ് ഇങ്ങോട്ട് എത്തി. അപ്പോൾ പിന്നെ ഇന്നലെ പോക്ക് നടന്നില്ല. കാരണം നമ്മളവിടെ പോയിട്ട് അതിനിവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഹരിഹർ ഫോർട്ടിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് എത്തി. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേന് നമ്മളവിടെ ഈവനിങ് ആവും അവിടെ എത്തുമ്പോൾ. അപ്പോൾ നമുക്ക് ക്ലൈമ്പിങ് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ എന്തായില്ല, അപ്പോൾ ക്ലൈമ്പിങ് ചെയ്യാൻ കഴിയൂല എന്നതുകൊണ്ടാണ് ഇന്നലെ കയറാതിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ കാലത്ത് ഏകദേശം 5:30 മണിയായി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ഓട്ടം ഉണ്ട്. ആദ്യം ഇവിടെ നിന്ന് ട്രയംബകേഷ് എന്ന് പറയുന്ന ടെമ്പിളിലേക്ക് പോകും. അവിടെ നിന്നാണ് പിന്നെ അവിടുന്ന് വേറൊരു ബസ് കയറിയിട്ട്, അല്ലെങ്കിൽ ടാക്സി വിളിച്ചിട്ടാണ് നമ്മൾ ഹരിഹർ ഫോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പോകുന്ന കാഴ്ചകളൊക്കെ ചെറിയ നിലക്ക് കാണാം. ഓക്കെ, വിട്ടാലോ? നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനാണ്. നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. നമ്മൾ ഡൽഹിയിലേക്ക് പോയ സമയത്ത്, കാശ്മീർ പോയ സമയത്ത് പല റെയിൽവേ സ്റ്റേഷനിലും നമ്മൾ കിടന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും നമുക്ക് ഈ ഒരു വൃത്തി, അതായത് ഒരു ഇത്ര നീറ്റ്നെസ് കിട്ടിയിട്ടില്ല. എന്തിനെങ്ങനെ കോണടിക്കുന്നു, അപ്പോൾ ഇങ്ങനെ ഒരു നീറ്റ്നെസ് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് കുഴപ്പമില്ല, അടിപൊളി നല്ല റെയിൽവേ സ്റ്റേഷനാണ്. ഇടയ്ക്കിടെ വന്ന് ഇപ്പോൾ ഫെസിലിറ്റീസ് കൂടിയതാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നല്ലോണം ക്ലീനിങ് ഉണ്ട്, നല്ല വൃത്തിയുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ മഹാരാഷ്ട്ര സ്റ്റേറ്റിലെ റെയിൽവേ സ്റ്റേഷൻ നല്ല വൃത്തിയുണ്ട്, അടിപൊളിയാണ്. അപ്പം ഇങ്ങനെ എല്ലാ റെയിൽവേ സ്റ്റേഷനും കീപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒന്ന് ഇരിക്കാനോ. അപ്പോൾ വേറെ തന്നെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ AC വെയിറ്റിംഗ് ഹാൾ വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ആവശ്യം നമുക്കില്ല. ഇതാണ് കേട്ടോ നമ്മുടെ നാസിക് റോഡ് റെയിൽവേ ബസ് സ്റ്റാൻഡാണ്. ഇവിടെ 2-3 ബസ്സുകൾ കിടക്കുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം. ട്രയംബകേശ്വർ ടെമ്പിളിലേക്കുള്ള ബസ്. भैया ट्रयंबकेश्वर टेम्पल आएगा वो, ऐसा बस आएगा, ऐसा बोर्ड लिखा रहता है पढ़ने का वो। എന്തൊക്കെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. भैया ट्रयंबकेश्वर बस किधर है? बस किधर? ट्रयंबकेश्वर इधर. അവരെ ഇവിടെ ബസ് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബസ് വന്നിട്ടില്ല ഇതുവരെ. നേരൊക്കെ വിളിച്ചു വരുന്നത്. നമുക്ക് നേരത്തെ ഒരു 5 മണിക്കൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ 5:30 ആയി, കുറച്ച് ലേറ്റായി ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ എത്തുന്നതൊക്കെ കണക്കായിരിക്കും. എന്തായാലും നോക്കാം. ഇത് ഹൈവേ ആണെന്ന് തോന്നുന്നുണ്ടോ. വെൽക്കം ടു നാസിക് സിറ്റി എന്നൊക്കെ ഒരു ബോർഡ് കാണുന്നുണ്ട് അവിടെ ഫ്രണ്ടിൽ. ഇവിടെ നാസിക് സിറ്റിയിൽ അടുത്തൊരു പള്ളിയുണ്ട്. ഒരു 100-200 മീറ്റർ നമുക്ക് നടന്നാൽ കിട്ടുന്നൊരു പള്ളിയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ അവിടെയാണ് കേട്ടോ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമായൊക്കെ കൂടിയത്. മഹാരാഷ്ട്രയുടെ ബസ് നോക്കി, അടിപൊളിയല്ലേ. നമ്മുടെ ഒരു ആനവണ്ടി, നമ്മുടെ നാട്ടിലെ ആനവണ്ടിയൊക്കെ പോലെ. അപ്പം ഇതാണ് നാസിക് റോഡ് ഹൈവേക്കുള്ള വഴിയാ തോന്നുന്നു. ഇത് ഹൈവേ ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും വെൽക്കം ടു നാസിക് സിറ്റി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ്. വെട്ടമൊക്കെ വരുന്നുള്ളൂ കേട്ടോ. നേരെ വണ്ണം വെട്ടൊന്നും ആയിട്ടില്ല, വന്നിട്ടില്ല. ഇതാരുടെ ഒരു പ്രതിമയാണ്? BR അംബേദ്കറിൻ്റെ ആണോ? നോക്കാം. യെസ്, ഇത് BR അംബേദ്കറിൻ്റെ പ്രതിമയാണ് കേട്ടോ. അടിപൊളിയാണ്. ബസ് വന്നിട്ടില്ല കേട്ടോ.
ബസ് വന്നിട്ടില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം ബസ് വരുവോളൂ. നമ്മളെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ, നമ്മളതിലേക്ക് കയറുകയാണേ. ഓക്കെ, നമ്മൾ ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചു, അതാവുമ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ നേരിട്ട് കാണാമല്ലോ. സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്തു കേട്ടോ, സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്തു. ഇവിടെ അധികം വെയിറ്റിംഗ് ഒന്നും ഇല്ല സ്റ്റാൻഡിൽ, പെട്ടെന്ന് എടുക്കും. നമ്മുടെ നാട്ടിൽ ഒരു KERTC ഉണ്ടാവും. KERTC ലുക്ക് മാത്രമേ ഉള്ളൂ, ശബ്ദം ആനവണ്ടിയുടേതാണ്. ഏട്ടൻ സൈക്കിളോട്ട് പോകുന്നു. നമുക്ക് ടിക്കറ്റ് കിട്ടി കേട്ടോ, 70 രൂപയാണ് ഇവിടെ നിന്ന് ത്രയംബകേശ്വറിലേക്ക് വന്നിട്ടുള്ളത്. ഇത് ഇവിടുത്തെ ഭാഷയിലാണ്. ഇവിടുത്തെ ഭാഷ ഏതാണ് ആരെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം ഹിന്ദിയിലല്ല, ഹിന്ദിയിലുണ്ട്, പക്ഷെ ഹിന്ദി തന്നെയാണോ വേറൊരു ഏതാണ് ലിപിമാതിരി എനിക്ക് തോന്നുന്നു. ആരെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇവിടുന്നേ കുറച്ച് ആൾക്കാർ നമ്മുടെ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഇവിടുത്തെ നമ്മൾ സാധാരണ KSRTCയിലൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു ചെക്കിംഗ് എന്നാണ് നിലക്ക് വരുന്നത്. അപ്പോൾ ഇവർക്ക് ടിക്കറ്റ് അത് ആ പേപ്പറിൻ്റെ കഷ്ണം തന്നെ അവർ കാണണം, എന്നാലേ അവർക്ക് കണ്ട് സമാധാനം പൂർത്തിയാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിൽ ഇതെന്ത് ഒരു ഗവൺമെൻറ്റിൻ്റെതാണ്. നമ്മൾ ആ സാധാരണ എല്ലാ ഇന്ത്യ ഫുള്ളായിട്ട് ഡിജിറ്റലൈസായി, എന്നാൽ ഇവിടെ അവർക്ക് ഉണ്ടാകണം അത് പേപ്പർ കൃത്യമായിട്ട് കാണിക്കണം, എന്നാലും അവർക്ക് കണ്ട് തൃപ്തിയാവുള്ളൂ. അങ്ങനത്തെ കുറേ ആളുകൾ, ഈ ആളുകളാണ് ഇതിൻ്റെ ആൾക്കാർ, മനസ്സിലായോ? സുഹൃത്തുക്കളെ, നമ്മളിപ്പം എന്താ പറയുക, ഈ ഒരു ത്രയംബകേശ്വർ ടെമ്പിളിൻ്റെ അവിടെ ബസ് ഇറങ്ങിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ. അപ്പോൾ ഇനി നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഹർഷേവാടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്, എന്തെങ്കിലുമൊക്കെ വണ്ടി കിട്ടിയാൽ കയറാന്നുള്ള നിലക്കാണ് പോകുന്നത്. അല്ലാതെ കാര്യമായിട്ട് എന്താ ക്യാ ഭായ് ഹരിയർ ഫോർട്ട് കാര്യമായിട്ട് നമ്മൾ വണ്ടിയൊന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ ബഡ്ജറ്റായിട്ട് ഹരിഹർ ഫോർട്ട് വരാമെന്നുള്ളതാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നാസിക്കിൽ നിന്ന്, അതായത് പനവേലിൽ നിന്ന് നാസിക്കിലേക്ക് വന്നത് ഏകദേശം 90 രൂപക്കാണ്. 90 രൂപക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ അതുപോലെ തന്നെ അതിന് ശേഷം എന്താ പറയുക, അവിടെ നിന്ന് ആളുകൾക്ക് ഓട്ടോക്കാർ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നാസിക്കിൽ ഞാൻ രാത്രി നൈറ്റ് ഞാനവിടെ റെയിൽവേയിലാണ് ഉണ്ടായിരുന്നത്. റെയിൽവേയിൽ അവിടെ അത്യാവശ്യം നല്ല നീറ്റായ റെയിൽവേ സ്റ്റേഷനാണ്. ഞാനവിടെ ഒരു ഇത് വിരിച്ചുകൊണ്ട് അവിടെ ഇതിൽ സീറ്റിൽ കിടന്നു, അതായത് ഒരു തുണി വിരിച്ച് അവിടെ കിടന്നു. അവിടെ നിന്ന് കാലത്ത് ഒരു 6:05 ആ സമയത്തൊരു ബസ് ത്രയംബകേശ്വർ ടെമ്പിളിലേക്ക് വരുന്നുണ്ട്. ആ ബസ്സിലാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പം 7 മണിയായി. ഈ ഒരു ടെമ്പിളിൻ്റെ അടുത്ത്, ടെമ്പിളല്ല ബസ് സ്റ്റാൻഡ്, ത്രയംബകേശ്വർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തിക്കണം. ഞാൻ ടെമ്പിളിലേക്ക് നടക്കുകയാണ്. അവിടെ നിന്ന് ഹർഷേവാടിയിലേക്ക് എന്തെങ്കിലുമൊക്കെ വണ്ടി കിട്ടുമോ നോക്കാം. സാധ്യത കുറവാണ്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സി പിടിക്കേണ്ടി വരും. ഇവിടെ നിന്ന് കുറച്ച് നമുക്ക് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വിട്ടാലോ. हरिहर फोर्ट किधर? हरिहर फोर्ट इधर नहीं है। हाँ
कितना किलोमीटर? ഓക്കെ ഓക്കെ. അവർ നല്ല 15 എന്നൊക്കെ പറയുന്നത്, എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് എന്തായാലും മെല്ലെ മെല്ലെ ഇങ്ങനെ നടക്കാം. ഇത് കണ്ടോ, മാങ്ങ അതുപോലെ തന്നെ മുന്തിരിയാണ് കാണുന്നത്. മാങ്ങയുണ്ട്, അതുപോലെ തന്നെ മുന്തിരി, അതൊക്കെ രാവിലെ തന്നെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ അമ്മമാർ. അടിപൊളിയാണ്. മുന്തിരിയല്ല കേട്ടോ, നാവൽപ്പഴമാണ്. നാവൽ മാങ്ങയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഉണ്ടാവുന്നൊക്കെ കണ്ടറിയാം, അത്രേ ഉള്ളൂ. കാരണം ഫുള്ള് ഇങ്ങനെ കയറ്റമാണെന്ന് എനിക്ക് തോന്നുന്നത്. आपके पास चेंज है क्या? चेंज चेंज नहीं है क्या? तो ये काई भी के गाय साहब ये काई कर क्या भैया क्या അവരെന്തോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തോ മിഠായി വാങ്ങിക്കാനോ ഇനി എന്തിനാ അവർ വണ്ടി നിർത്തിയിട്ടുണ്ട്. भैया नाम क्या? योगेश. घर किधर है? इधर साबका. हाँ. पढ़ा? हाँ. कितने क्लास? 10वीं के. ओके. अच्छा ബ്രോ നാം ക്യാ? യോഗേഷ് ബ്രോ എന്താ പറയുക, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. വലിയ കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ അരിയർ ഫോർട്ടിൻ്റെ ഇതാണ്ട് കാണുന്നത്. അതിൻ്റെ ചെറിയൊരു ആരോ മാർക്കൊക്കെയാണ് കാണുന്നത്. നമുക്ക് പോയി നോക്കാം എന്താകും എന്നുള്ളത്. അവർ കൊണ്ടുപോകുന്ന വഴി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അവർ വഴി പറയുന്നില്ല. നമുക്ക് പോയിട്ട് ഏത് വഴിയാണ് അവർ കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പം അയാൾ നമ്മുടെ മറ്റേ ബ്രോൻ്റെ പേര് അർജുൻ ബ്രോ എന്തോ മിഠായി വാങ്ങിക്കാൻ വേണ്ടി പോകും. നമുക്ക് പോയി നോക്കാം. ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പെട്ടിക്കട, അതിൻ്റെ ഒരു പ്രതീതിയാണ് കേട്ടോ. അപ്പോൾ മിഠായി അല്ല കേട്ടോ, നമ്മുടെ മുറുക്കുന്ന സാധനമാണ്. അപ്പോൾ അത് വാങ്ങിക്കാനാണ് വന്നിരിക്കുന്നത്. മിഠായിയാന്ന് വിചാരിച്ച്, പക്ഷെ മിഠായി അല്ലേ, നമ്മുടെ അവരുണ്ടായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റൂല. നമ്മൾ പുകയില വസ്തുക്കളെ അത് വാങ്ങിക്കാനാണ് വന്നത്. അതാണ് ഞാൻ പിന്നെ അതിൻ്റെ പച്ച മലയാളം പറയാത്തത്. അവർക്ക് ഈ ഒരു വഴിയാണ് ഹരിയർ ഫോർട്ടിലേക്ക് പോകുന്നത്. ഇവർ എന്നെ കൊണ്ടുപോകുന്ന വഴി കൃത്യമായിട്ട് എനിക്ക് അറിയൂല. പോയി നോക്കാം. എന്തായാലും വഴിയൊക്കെ അടിപൊളിയാണ്. ഒരു ഗ്രാമത്തിൻ്റെ പ്രതീതി. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു അങ്ങാടി എന്നൊക്കെ പറയാം നമ്മുടെ നാട്ടിലെ. അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് വീടുകളൊക്കെ അടിപൊളി. ആളുകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കുഗ്രാമത്തിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. കുട്ടികൾ കളിക്കുന്നു. അപ്പം അവർ പറയുന്നതേ, നമ്മുടെ മഴയുള്ള സമയത്തൊക്കെ നമ്മുടെ ഹരിയർ ഫോർട്ട് നല്ല ഭംഗിയായിരിക്കും അത്ര കാണാൻ. പ്രത്യേക ഭംഗിയായിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഹരിയർ ഫോർട്ട് കണ്ടോ, നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ. ഭാഗ്യമുണ്ട്, അത്ര വലിയ എന്താ പറയുക സീനില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മുടെ ഇതൊക്കെ കയറുന്ന മാതിരി, കുന്നൊക്കെ കയറുന്ന മാതിരി ഭയങ്കര മോശമായ റോഡൊക്കെ ആയിരിക്കും. പക്ഷെ അതൊന്നും അല്ല കേട്ടോ.
ഇയാളെൻ്റെ ബാഗ് തപ്പുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. മച്ചാമാരെ പറഞ്ഞുള്ളൂ, അപ്പോത്തിന് നല്ല അടിപൊളി റോഡ് എത്തി കേട്ടോ. 8ന്റെ പണി കിട്ടുമെന്നാവോ. ഈ റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. എൻ്റെ പൊന്നോ, ഒരു ദുർഘടം. എൻ്റെ അതിൻ്റെ കൂടെ ഒരു വണ്ടിയോ. എങ്ങനെ അവിടേക്ക് എത്തുമെന്നാവോ. भैया 1 मिनट उधर जाओ, आगे आ जाओ. ആ ഓക്കെ ഓക്കെ. അതെന്തായാലും നല്ലൊരു കാര്യം. നമ്മൾ ഇറങ്ങി ഈ റോട്ടിൽ നിന്ന് ഒന്ന് കയറിയിട്ട് നടക്കും. ഓക്കെ गाडी माझी आहे, तिला किती वर्ष झाली? ഓക്കെ भैया चलो. लय वर्ष झाले. നല്ല അടിപൊളി കാഴ്ചയാണ്. ഏ ക്യാ പാനി മാങ്ങ ഇറക്കാന്ന്. എന്തോ ഒരു പഴത്തിൻ്റെ മര മാങ്ങയാന്നാണ് തോന്നുന്നത്. അപ്പോൾ ആളുകളൊക്കെ ഉണ്ട് അവിടെ. ഇവിടെ ഒരുപാട് മാങ്ങയുടെ മൂച്ചയൊക്കെ ഉണ്ട് കേട്ടോ. കേട്ടോ മാങ്ങ, മാംഗോ മാംഗോ. അപ്പോൾ മാങ്ങ മൂച്ചി നമുക്ക് സുഹൃത്തുക്കളെ ആ കാണുന്നതാണ് ഹരിഹർ ഫോർട്ട് കേട്ടോ. നമ്മൾ ഹരിഹർ ഫോർട്ടിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ബൈക്ക്, അതായത് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. എൻ്റെ പൊന്നോ, റോഡ് എന്താവോ നോക്കാം. ഓ बंद कर दो भैया अभी. बंद उधर बंदी है. हाँ जमा कर लेंगे. जमा कर लेंगे. जामा क्या ये जम. ओके ओके. आई एम कीप. ओके आगे जाके 3-4 कर ओके. रख दो अभी. नो ये शूट है. हाँ जमा कर लेंगे ऐसा. ഓക്കെ. മച്ചന്മാരെ ഇതുവരെ ഉള്ളൂ കേട്ടോ വണ്ടി. നമുക്കിനിയിപ്പം ട്രെക്കിംഗ് എന്നാണ് അവർ പറയുന്നത്. നടന്നു നോക്കാം. भैया ये विलेज नाम क्या है? ये विलेज नाम क्या है? ഇതർ ഹർഷവാടി. യെസ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മാതിരി തന്നെ ഹർഷവാടിക്ക് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മളിതാ എന്താ പറയുക, ഹരിഹർ ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ, അതായത് ഹർഷവാടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നടക്കുകയാണ്. ഈ ഒരു എന്താ പറയുക, ഹരിഹർ ഫോർട്ടിൻ്റെ ഫ്രണ്ടിലൂടെ നടക്കുകയാണ്. അവരിങ്ങനെ പെട്ടെന്ന് പോകാനൊക്കെ പറയുന്നുണ്ട്. കാരണം അവർക്ക് നമ്മൾ എത്തിയാലാണ് അവരുടെ പോക്ക് നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. നമ്മളത് കാര്യമാക്കണ്ട. നമ്മൾ സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടേതായ രൂപത്തിൽ കണ്ടിട്ടും തിരിച്ചു പോയാൽ മതി കേട്ടോ. അത് അവർ പറഞ്ഞതൊന്നും നമ്മൾ കേൾക്കാൻ നിൽക്കണ്ട. 500 രൂപയാണ് അവർ പറഞ്ഞത്. भैया तुम्हारे ऑटो चार्ज कितना? ऑटो चार्ज? हाँ ऑटो चार्ज 1000 कितना? ऑटो कितना चार्ज? 800 कितना? 800 आना जाना. अप एंड डाउन 800. फैमिली ओके 800. फैमिली 1000. അപ്പോൾ അവർ പറയുന്നത് സുഹൃത്തുക്കളെ, ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഓട്ടോക്ക് 1000 രൂപ, അതായത് 1000 കൊടുക്കേണ്ടി വരും. അതായത് പെർ പേഴ്സൺ ആണ്. ഒറ്റക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം, അപ്പോൾ നമ്മൾ 800 രൂപയാണ് അവിടെ കൊടുക്കേണ്ടി വരിക എന്ന് അവർ പറഞ്ഞ്. നമ്മൾ ബൈക്കിലായതുകൊണ്ട് 500 രൂപക്കാണ് പോകുന്നത്. ഒരു കോടാലിയും അതുപോലെ തന്നെ വാളൊക്കെ പിടിച്ചുകൊണ്ട് കുറച്ച് കൊച്ചുങ്ങൾ നിൽക്കുന്നുണ്ട് അവിടെ. ഇതെന്തുവാ അവിടെ ഈ കയറുന്ന വഴിക്കേ ചെറിയൊരു പെട്ടിക്കട പോലെ ഉണ്ട് കേട്ടോ. ബൈക്കുകളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഫ്രഷ് നെയ് തും കാനക്കെ നാസ്ത
ഇവിടെ ചെറിയൊരു കട ഉണ്ട് കേട്ടോ. നമ്മൾ അവിടേക്ക് വന്നതാണ്. എന്തൊക്കെയാണ് ഉള്ളത് കഴിക്കാൻ? കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ മിഠായി ഐറ്റംസ് ഒക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇവിടെ. ഓ, നമ്മൾ കയറാൻ വേണ്ടി പോകാം. നമ്മുടെ ഈ ഒരു ബ്രോ നാസ്ത കഴിക്കുകയാണ്, നാസ്ത കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ നാസ്ത കഴിച്ചിട്ട് നമ്മളെന്താകും കയറും. ഒരുമിച്ചാണ് കയറുന്നത്. അപ്പോൾ എന്നാൽ ഒരു കൂട്ടിനൊരാളുണ്ടാവുമല്ലോ. ഓക്കെ, നമുക്ക് ന്യൂഡിൽസ് വാങ്ങി തന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കയറി വരുമ്പോൾ ഈ ഒരു ഏരിയയാണ് കാണുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കയറണം. ഇവിടെ ചെറിയ 1-2 കടകളൊക്കെ നമുക്ക് കാണാം, ചെറിയ പെട്ടി കടകൾ. അതുപോലെ തന്നെ ഓമാരൊക്കെ ഫോട്ടോ എടുത്ത് അടിപൊളിയാക്കുന്നുണ്ട്. കിतना रुपये? 5. ये कितना? 5. 10 रुपये. ഓ, ഇത് കണ്ടോ, ചെറിയ 2 മക്കള് വിൽക്കുന്നത്. नाम क्या है? नाम ब्रमीला. तुम व्हिडिओ व्हायरल करून देणार आहे तुम. आणि तुम्हाला शाळेत पाठवलं आता तर नाम क्या है? तुम्हाला आता एक रोशनी. ओके, പോവാ. ഓക്കെ, हा बरं का 2 मिनिटं. ओके भैया, टेक वीडियो. സുഹൃത്തുക്കളെ, കുറച്ച് പാടുള്ള പരിപാടിയാണ് കേട്ടോ. നല്ലോണം ഒരു കാര്യം പറയാലോ, നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ താഴത്തേക്ക് പോകും. നല്ലോണം കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കാതെ ഇങ്ങോട്ട് കയറരുത് ഇട്ടാരും. അത്രത്തോളം ഡേഞ്ചറസ് ആണ്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇവിടെ തന്നെ ഇങ്ങനെയാണ്, ബാക്കിയുള്ളത് അതിനേക്കാളും ഡേഞ്ചറസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ക്യാമറ ഒന്നും അധികം എടുക്കുന്നില്ല, കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ഹില്ല് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് വീഡിയോ എടുക്കുന്നില്ല, ചെറിയ ചെറിയ നിലക്കാണ് വീഡിയോസ് എടുക്കുന്നത്. ഡീറ്റെയിൽസൊക്കെ ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വിട്ടാലോ? ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. എൻ്റെ പൊന്നോ, ഈ ബ്രോയാണ് നമുക്ക് ഫോട്ടോ എടുത്ത് തരുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഈ രൂപത്തിൽ നമ്മൾ കയറി കയറണം. ഇങ്ങനെ വരുമ്പോൾ ഇയാൾ കയറുന്ന മാതിരി ഒന്നും അത്ര സ്പീഡിൽ കയറാൻ പാടില്ല കേട്ടോ. അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ താഴത്തേക്ക് അങ്ങോട്ട് പോയാൽ പിന്നെ നമ്മളെ കിട്ടൂല. ആ താഴത്ത് പോയി കിടക്കും. നല്ല സ്ലോ ആയിട്ട് ഇറങ്ങണം. അതാണ് ഏറ്റവും ബെറ്റർ കണ്ടോ. ഒരുപാട് ആളുകൾ അവിടെ ഇരിക്കുന്നത് കണ്ടോ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയാം, അവിടെ എത്തിയിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു ഡോറാണ്, ഒരു ബ്രോ. അപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി വിൻഡാണ് കേട്ടോ. അടിപൊളി വിൻഡാണ് ഇവിടെ. പ്രത്യേക ഒരു വൈബ്, നല്ല അടിപൊളി കാറ്റ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങോട്ടേക്ക് എല്ലാവരും വരണം. കാരണം ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാതെ നമുക്ക് ഇങ്ങനെയുള്ള ഫോർട്ടുകൾ അതുപോലെ തന്നെ ഹിൽസിൻ്റെ ഒക്കെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, പാട്ടൊക്കെ ഇട്ട് വെച്ചിട്ട്. പാട്ട് കോപ്പിറൈറ്റ് കിട്ടുമെന്നാവും എനിക്ക്, അതാ പേടി. കോപ്പിറൈറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും ഈ ഒരു വോയിസ് അതിൽ നിന്ന് ഇതാക്കും. അപ്പോൾ ഇയാളെ പോകുന്ന റൂട്ടേ ഇത് കണ്ടോ, ഒരു ഡിഫിക്കൽട്ടാണ്. ഇതുണ്ടോ, ഈ ഒരു വഴിയിലൂടെയൊക്കെ നമ്മൾ പോകണ്ട. ഉണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ചും കണ്ടൊക്കെ വരിക. ഒരു എന്താ പറയുക, ഇവിടെ വന്നിട്ടൊരു അഭ്യാസത്തിനൊന്നും ആരും മുതിരരുത് കേട്ടോ. കാരണം നമുക്കറിയാലോ,
നമ്മൾ ഏതൊരു യാത്രയും ചെയ്യുന്നത് അത് ഒരു പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ആ രൂപത്തിലാകണം നമ്മുടെ യാത്രകളൊക്കെ കേട്ടോ. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് സൂക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഹില്ല് കയറുക, എന്നിട്ട് നല്ല ഭംഗി ആസ്വദിക്കുക, നല്ല അടിപൊളി വിൻഡ് അത് നമ്മൾ ആസ്വദിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ല രൂപത്തിൽ തിരിച്ചിറങ്ങുക. ഇവിടെ പ്രകൃതിക്ക് ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മളിവിടെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഓക്കെ, നമുക്ക് വല്ല കയറിയാലോ. ഇതാണ് കയറുന്ന റൂട്ട്. എനിക്കെന്ന് പറഞ്ഞാൽ ചെറിയ പേടി, ഞാനങ്ങനെ അധികം ഇതൊന്നും കയറാത്ത ആളാണ്. എനിക്ക് നല്ല പേടിയുണ്ട്. ഞാനിങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ അത് കയറാമെന്നുള്ള ഒരു ഡിസിഷൻ എടുത്തേക്ക്, ഒരു തീരുമാനത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടല്ല, പ്രത്യേക ഒരു റിസ്ക് എടുത്ത് ഞാൻ കയറുന്നത്. എല്ലാം വിട്ടാലോ? आम्ही उन्हाच्या आधी गेलो ना, उन्हाच्या आधी सकाळला नाही. माकडा आहेत का? ഉണ്ടോ? ഇവിടെ ബ്ലോക്കായി. രണ്ടാളുകൾ വന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് വന്നാലേ നമ്മൾ ഇറങ്ങുന്ന ആൾക്കാർക്ക് ഇത് കൊടുക്കണം. ओके, झालं आता थोडंसंच आहे वरती. चल ना पुढे. അടിപൊളി പ്രകൃതിയാണ്. ती जरा येऊ दे. ഞാനിപ്പോ ഇവിടെ तू संजय सावकाश आहे पाठीमागे. ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല വെയിലുണ്ട് കേട്ടോ. സൺസ്ക്രീൻ ഇറങ്ങിയതാ. നമ്മൾ അത്യാവശ്യം എത്തിയിട്ടുണ്ടോ. കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. കയറ്റം കുഴപ്പമില്ല, ഇറക്കാണ് റിസ്ക് ആവാന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ഓ, അപ്പോൾ കയറ്റം കുഴപ്പമില്ല, ഇറക്കം കുറച്ച് റിസ്ക് ആവാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഏകദേശം നമുക്ക് മെല്ലെ മെല്ലെ ഇറങ്ങാം. 10 കിലോഗ്രാം വെയിറ്റിന് മുകളിലുണ്ട് എൻ്റെ ബാഗ്. അപ്പം ആ വെയിറ്റ് താങ്ങിയിട്ട് വേണം നമ്മൾ ഇറക്കാം. നോക്കാം. ഞങ്ങളൊക്കെ ഇവിടെ കയറി എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഉള്ള കുറച്ചൊക്കെ ആസ്വദിക്കാം, ഭംഗി ആസ്വദിക്കാം. പ്രകൃതി ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതാണ് ഈ കാണുന്നത്. അടിപൊളി കേട്ടോ. മരങ്ങളൊക്കെ എവിടെയാണ് നിൽക്കുന്നത് നോക്കി. ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമങ്ങളുമായൊക്കെ കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, കടന്റെ ഉള്ളിൽ കൂടെ ഉള്ള എൻട്രി മലന്റെ മുകളിലേക്ക്. ഇതൊരു കടയാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഓലമേന ഒരു കടയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ കൂടെ വഴിയില്ല. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ മേളിലേക്ക് കയറാൻ. ഹായ് ഭയ്യ. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. നോക്കിയേ, നിങ്ങളെ നോക്കിയേ പ്രകൃതി എങ്ങനെ ഉണ്ട് എന്നൊക്കെ. കുറച്ചും പാടെ നമുക്ക് കയറാനുണ്ട് കേട്ടോ. ഇതും പാടെ നമുക്ക് കയറണം. ഓക്കെ, सो गाइस वेलकम टू न्यू माय ब्लॉग. देखो भाई हरियर आ गए हम. वो के साथ में चल रहा है ऊपर.
നമ്മുടെ ഈ ഒരു സ്വപ്ന ഭൂമിയിലേക്ക് നമ്മൾ എത്തിയേ. ഇത് നമ്മുടെ കൂടെയുള്ള ബ്രോ ആണ്. നമ്മളെത്തി. നല്ല അടിപൊളി. ഇതാണ് ഹരിയർ ഫോർട്ടിൻ്റെ എൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഹരിയർ ഫോർട്ടിൻ്റെ എൻഡ് എന്ന ഇതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് കിട്ടിയ 2 ബ്രോക്കളാണ് കേട്ടോ ഇവർ നമ്മുടെ ഈ നാസിക്കിലുള്ള ചെക്കന്മാരാണ്. അപ്പം ഇവർ നമുക്ക് നല്ല സഹായിച്ചു കേട്ടോ. നമ്മളെ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ താഴത്തേക്ക് ഇറങ്ങാനൊക്കെ നല്ലോണം സഹായിച്ച കൂട്ടുകാരാണ്. ഒരാളുടെ പേര് റൂബേഷ്, അതീഷ്. ഓക്കെ.